ജീവിതം നൽകുന്ന പ്രതിസന്ധികളെ തടസ്സങ്ങളായല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായാണ് കാണേണ്ടതെന്ന് തെളിയിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം നാരുവാമൂട് സ്വദേശിനിയായ ജെ.എസ്. ശ്രീജ. രാജ്യം ഉറ്റുനോക്കുന്ന സിവിൽ സർവീസ് പരീക്ഷയിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 57ാം റാങ്ക് കരസ്ഥമാക്കുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് ദാരിദ്ര്യത്തോടും ഇല്ലായ്മകളോടും വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയുടെയും അധ്വാനത്തിന്റെയും ഫലമാണ്. നാരുവമൂട് മോഹിനി ഭവൻ എന്ന പണിതീരാത്ത കൊച്ചു വീടിനുള്ളിൽ ഇരുന്നാണ് ശ്രീജ ലോകത്തെ വിസ്മയിപ്പിച്ച ഈ ഉന്നത നേട്ടം കൊയ്തത്. ശ്രീജയുടെ വിജയത്തിന് പിന്നിലെ ഏറ്റവും വലിയ കരുത്ത് അവളുടെ അച്ഛൻ ജയകുമാറാണ്. ഒരു സാധാരണ നിർമ്മാണ തൊഴിലാളിയാണ് അദ്ദേഹം. വീടിന്റെ അവസ്ഥയും കുടുംബത്തിന്റെ സാമ്പത്തിക പരിമിതികളും മകളുടെ പഠനത്തെ ഒരിക്കലും ബാധിക്കരുതെന്ന് ജയകുമാറിന് നിർബന്ധമുണ്ടായിരുന്നു. മകളുടെ വലിയ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ അദ്ദേഹം എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായി. കിലോമീറ്ററുകൾ ദൂരെയുള്ള ആറ്റിങ്ങൽ വരെ തന്റെ പഴയ സൈക്കിൾ ചവിട്ടി കൂലിപ്പണിക്ക് പോകുമ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളിൽ മകളുടെ നല്ലൊരു ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. പണി തീരാത്ത വീടിന്റെ ചുവരുകൾക്കിടയിൽ തന്റെ മകൾ ലക്ഷ്യങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്യുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് തന്റെ കഷ്ടപ്പാടുകൾ ഒന്നുമല്ലാതായി തോന്നി. ദിവസവും പണി കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് ശ്രീജയുടെ പഠനത്തിനുള്ള പണം അദ്ദേഹം സ്വരുക്കൂട്ടിയത്. അച്ഛന്റെ ഈ കഠിനാധ്വാനവും വിയർപ്പുമാണ് തന്റെ വിജയത്തിന്റെ അടിത്തറയെന്ന് ശ്രീജ അഭിമാനത്തോടെ ഓർക്കുന്നു. ശ്രീജയെ പഠനത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അമ്മ ഷീജകുമാരിയാണ്. ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ വ്യക്തിയാണ് ഷീജകുമാരി. ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു നല്ല ജോലി ലഭിക്കാത്തതിന്റെ വിഷമം അവർ അനുഭവിച്ചിരുന്നു. എന്നാൽ തന്റെ മകൾക്ക് ആ സാഹചര്യം ഉണ്ടാവരുതെന്ന് അവർ ഉറപ്പിച്ചിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ ശ്രീജയുടെ ആദ്യ ഗുരു അമ്മ തന്നെയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധികൾ കടുത്തപ്പോൾ തന്റെ കഴുത്തിലെ മാല വരെ പണയം വെക്കാൻ ആ അമ്മ മടിച്ചില്ല. മകളുടെ പഠനാവശ്യങ്ങൾക്കായി കുടുംബശ്രീയിൽ നിന്ന് വായ്പയെടുത്തും നാട്ടുകാരിൽ നിന്ന് പലിശയ്ക്ക് പണം വാങ്ങി. മകൾ IFS എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നടുക്കുമ്പോൾ ഷീജകുമാരി തന്റെ എല്ലാ സ്വകാര്യ ആവശ്യങ്ങളും മാറ്റിവെച്ച് മകളുടെ തപസ്സിൽ പങ്കുചേർന്നു. അമ്മയുടെ വലിയ ത്യാഗങ്ങളാണ് ഷീജയുടെ റാങ്കിങ്ങിന് തിളക്കം കൂട്ടുന്നത്. ശ്രീജയുടെ പഠനമുറിയിലെ പണി തീരാത്ത ചുവരിൽ ഒരു വലിയ സ്വപ്നം അവൾ കുറിച്ചിട്ടിട്ടുണ്ട്. 15ാം റാങ്ക് ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഈ എഴുത്തായിരുന്നു ദിവസവും അവൾക്ക് പ്രചോദനം നൽകിയിരുന്നത്. വെറും സ്വപ്നങ്ങൾ കാണുകയല്ല, മറിച്ച് അവയെ യാഥാർത്ഥ്യമാക്കാനുള്ള കൃത്യമായ പദ്ധതികൾ ശ്രീജയ്ക്കുണ്ടായിരുന്നു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ് ശ്രീജ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയത്. പഠനത്തിൽ അതീവ മിടുക്കിയായിരുന്ന അവൾ PGക്ക് പഠിക്കുമ്പോൾ തന്നെ UGC നെറ്റ് കരസ്ഥമാക്കിയിരുന്നു. 2024 മെയ് മാസത്തിലാണ് സിവിൽ സർവീസ് എന്ന ലക്ഷ്യത്തോടെ ഗൗരവകരമായ പഠനം അവൾ ആരംഭിച്ചത്. ഒരു സ്റ്റാൻഡിൽ പുസ്തകങ്ങൾ ക്രമീകരിച്ചു വെക്കാൻ പണമില്ലാതെ വന്നപ്പോൾ അമ്മയുടെ സഹോദരങ്ങൾ നൽകിയ ചെറിയ തുകയും തന്റെ യാത്രാക്കൂലിയിൽ നിന്ന് മിച്ചം പിടിച്ച പണവും ചേർത്ത് 2500 രൂപ ഉണ്ടാക്കിയാണ് അവൾ ആ കുറവ് നികത്തിയത്. വലിയ കോച്ചിംഗ് സെന്ററുകളിലെ സുഖസൗകര്യങ്ങളെക്കാൾ സ്വന്തം ഇച്ഛാശക്തിയിലാണ് അവൾ വിശ്വസിച്ചത്. ശ്രീജയുടെ സിവിൽ സർവീസ് മോഹത്തിന് പിന്നിൽ ഒരു കഥയുമുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് മലയാളി വനിത ഹരിത വി കുമാറിന് സിവിൽ സർവീസിൽ 1ാം റാങ്ക് ലഭിക്കുന്നത്. അന്ന് നാട്ടിലുണ്ടായ ആഘോഷങ്ങളും ആവേശവും കണ്ടപ്പോഴാണ് എന്താണ് സിവിൽ സർവീസ് എന്ന ശ്രീജ അമ്മയോട് ചോദിക്കുന്നത്. അമ്മ നൽകിയ വിശദീകരണം ആ കൊച്ചു പെൺകുട്ടിയുടെ ഉള്ളിൽ വലിയൊരു ആഗ്രഹം മുളപ്പിച്ചു. ആദ്യം IAS ആയിരുന്നു ലക്ഷ്യമെങ്കിലും കോളേജ് പഠനകാലത്ത് അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ശ്രീജയ്ക്ക് നയതന്ത്ര മേഖലയോട് താല്പര്യം കൂടി. വിദേശ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ പങ്കാളിയാകാൻ ആഗ്രഹിച്ച അവൾ തന്റെ ലക്ഷ്യം IFSൽ ആക്കി മാറ്റി. സിവിൽ സർവീസ് എന്ന കഠിനമായ കടമ്പയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അഭിമുഖം. ജിയോ പൊളിറ്റിക്കൽ വെല്ലുവിളികൾ, അമേരിക്കൻ തിരഞ്ഞെടുപ്പ്, ആഗോള സാമ്പത്തിക സ്ഥിതി തുടങ്ങിയ ഗൗരവകരമായ വിഷയങ്ങളാണ് ഇന്റർവ്യൂ ബോർഡ് ശ്രീജയോട് ചോദിച്ചത്. എന്നാൽ ഇതിനിടയിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു ചോദ്യം എത്തി. കേരളത്തിലെ ഏത്തക്ക ചിപ്സിന് എന്താണ് ഇത്ര രുചി? ഈ ചോദ്യത്തിന് വളരെ മനോഹരവും ആത്മവിശ്വാസത്തോടെയുമുള്ള ഉത്തരം നൽകാൻ അവൾക്ക് കഴിഞ്ഞു. ഗൗരവകരമായ അറിവിനൊപ്പം സാമാന്യ ബോധവും ലാളിത്യവും ശ്രീജയെ റാങ്കിംഗ് അർഹയാക്കി. മെയ് 2-നായിരുന്നു ശ്രീജയുടെ പിറന്നാൾ. ആ ജന്മദിനത്തിന് ജീവിതം നൽകിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു ഈ 57ാം റാങ്ക്. ആ പഴയ വീടിന് ചുറ്റും ഇപ്പോൾ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും തിരക്കാണ്. ദാരിദ്ര്യം ഒരു തരത്തിലും പ്രതിഭയെ തളർത്തില്ലെന്ന് ശ്രീജ തെളിയിച്ചിരിക്കുന്നു. ചെന്നൈ ലയോള കോളേജിൽ പഠിക്കുന്ന സഹോദരൻ ജ്യോതിഷിനും സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും ശ്രീജ ഇപ്പോൾ ഒരു ഉത്തമ മാതൃകയാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ ലക്ഷ്യത്തിലേക്ക് നോക്കി മുന്നേറാൻ ശ്രീജയുടെ ഈ പോരാട്ടം ഓരോ മലയാളി പൈതലിനും ഊർജം നൽകും. തന്റെ മാതാപിതാക്കൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് മറുപടിയായി ഈ വിജയം അവർക്ക് സമ്മാനിക്കുമ്പോൾ ശ്രീജയുടെ കണ്ണുകൾ നിറയുന്നത് സന്തോഷം കൊണ്ടാണ്. പണി തീരാത്ത ആ വീടിന്റെ ചുവരുകൾക്ക് ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ കീഴടക്കിയതിന്റെ അഴകുമുണ്ട്.